കല്ലെറിഞ്ഞ് എന്റെ തല കൊയ്യും. പക്ഷേ അടിയനൊന്നും മുടക്കില്ല. ഈ ഭക്തയുടെ ജീവിതം തന്നെ അങ്ങയുടേതാണ്. സ്വീകരിച്ചാലും. കാലിന് പൊള്ളലേറ്റത് മന്ത്രവാദമായിരിക്കുന്ന തമ്പുരാട്ടി പറഞ്ഞില്ലേ? അതില് സംശയിക്കാൻ ഒന്നുമില്ല. ആ അഴകിയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. അവളുടെ അച്ഛൻ ചേകൻ അവരുടെ കൂട്ടത്തിലെ ഒരു മന്ത്രവാദിയാ. മാടനെയും മറുതയും വച്ച് പൂജിക്കുന്ന ഒരാൾ. തമ്പുരാട്ടി അഴകിയെ നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നത് സാഹസമാണെന്നാണ് തോന്നുന്നത്. അപ്പോ നാം സംശയിച്ചത് ശരിയാണ്. ഏതോ ഒരു രക്ഷ അവളുടെ കൂടെയുണ്ട്. അതിനെ ഭേദിക്കണം. എന്താ വേണ്ടേന്ന് വെച്ചാ തമ്പുരാട്ടി പറഞ്ഞാ മതി. അടിയങ്ങള് വേണ്ടത് ചെയ്തോളാം. ഒരു രക്ഷയും ഫലിക്കാത്ത ഒന്നേയുള്ളൂ ഈ ഭൂലോകത്ത്: അപവാദം. അഴകിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കണം. നാട് നീളെ അറിയിക്കണം. അത് അവളുടെ ഭർത്താവ് ശുഗന്റെ കാതുകളിലും എത്തണം. എന്നിട്ട് അവൻ തന്നെ അവളെ കൊല്ലണം. മംഗലത്തമ്മയുടെ ബുദ്ധി അപാരം തന്നെ. ശുഗന്റെ കാതിൽ ഈ വിവരം ഞങ്ങൾ തന്നെ എത്തിച്ചോളാം തമ്പുരാട്ടി. ചെല്ല്. ഒരു കാര്യം ശ്രദ്ധിക്കണം. നാട്ടുവർത്തമാനങ്ങൾ പറയുന്നത് പോലെ ശുഗന് തോന്നാവൂ. നിങ്ങളിൽ ഒരു സംശയവും ശുഗന് തോന്നാൻ പാടില്ല. ഉത്തരവ് പോലെ. തമ്പുരാട്ടി കണ്ടോളൂ, ഇന്നു മുതല് ശുഗന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. മംഗലത്തമ്മയുടെ കാൽവെള്ള പൊള്ളിയെങ്കിൽ പകരം അവളുടെ നെഞ്ചു പൊള്ളണം. എന്നാലും ഒരു പാൽക്കാരിക്ക് ഇത്രയ്ക്ക് ധിക്കാരാവാമോ? അവളുടെ പേരെന്താ? അഴകിയെന്നല്ലേ? അവള് പാല് വിൽക്കാനല്ല, അഴക് വിൽക്കാനാ നടക്കുന്നത്. പാൽപാത്രമായി ഏതോ ഒരുത്തനോട് കൊഞ്ചുന്നതും അവന്റെ മടിയിൽ കിടക്കുന്നതും കണ്ടവരുണ്ടത്രേ. അവളുടെ ഭർത്താവ് ആളൊരു പാവാ. നേരം വെളുത്ത് അന്തിയാകുന്നോളം ചക്കുന്നൊരു പാവം. അങ്ങനെ ഒരുത്തനെ ഇങ്ങനെ ചതിക്കുന്നത് ശരിയാണോ? അവനൊരു പോഴൻ. ഭാര്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവള് പറയുന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മണ്ടൻ. അവൻ പുരേന്ന് പോയാല് പിന്നാലെ എവളും ഇറങ്ങും പാൽപാത്രമായിട്ട് ജാരസംസർഗത്തിന്. ഈ കാര്യം മംഗലത്തമ്മ അറിഞ്ഞ എന്താ ഉണ്ടാവാന്നറിയോ? ഓ ശിവ ശിവ, ഞാൻ പറയുന്നില്ല. എങ്കിലുടൻ ശിരസറക്കാനായിരിക്കും മംഗലത്തമ്മ ഉത്തരവിടുന്നത്. അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലെന്നാ എന്റെ പക്ഷം. ആ നോക്കാം. യാതൊരു നിവൃത്തിയില്ലെങ്കിൽ അറിയിക്കേ തന്നെ. വ്യക്തമായി കേട്ടു കാണില്ലേ? പിന്നല്ലാതെ. ഇനി സുകേഷിനിയുടെ ഊഴം. നീ ആ ശുഗനല്ലേ? അതെ തമ്പ്രാട്ടി. നീ എന്തിനാ അയിത്തം കാണിച്ചിങ്ങനെ മാറി നിൽക്കുന്നത്? നിനക്കൊക്കെ അയിത്തം ആചാരമൊക്കെ ഉണ്ടോ? അടിയും പാലിക്കാറുണ്ട്. നിന്റെ പെണ്ണോ? ഈ നാട്ടിലെ നിയമങ്ങൾ അവള് പാലിക്കാറുണ്ടോ? കാട്ടുപന്തകളുടെ നടുവിൽ ദർഭപ്പുല്ലുകൊണ്ട് കിടക്കിയുണ്ടാക്കി വേറൊരുത്തരോടൊപ്പം ശയിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇല്ല തമ്പ്രാട്ടി, എന്റെ പെണ്ണ് അങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ മാത്രമല്ല, പലരും കണ്ടിരിക്കുന്നു. ഒരുത്തന് പാലൂട്ടി കൊടുക്കുന്നതും അവന്റെ കൂടെ ഇരിക്കുന്നതും ചിരിച്ചുല്ലസിക്കുന്നതുമൊക്കെ പലരും കണ്ടിരിക്കുന്നു. എന്തിനാ നീ ഇങ്ങനെ നാണം കെട്ടവനായിട്ട് നടക്കുന്നത്? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിന്റെ പെണ്ണ് അഴിഞ്ഞാടുന്നതിനുള്ള ശിക്ഷ മംഗലത്തമ്മ താമസിക്കാതെ വിധിക്കും. പോവുക കൺമുന്നീന്ന്. അഴകി, നീ എന്നെ ചതിച്ചോ പെണ്ണ?